Good morning, students. In the last video, we have seen the problems of dependent branches, and now we will discuss a new topic called independent branches. നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ഡിപെൻഡന്റ് ബ്രാഞ്ചസിന്റെ കാര്യങ്ങളായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റും ഡിപെൻഡന്റ് ബ്രാഞ്ചസിന്റെ കംപ്ലീറ്റ് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ്. നമ്മൾ ക്ലാസ് അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിനെ കുറിച്ച് പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ. ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ഓരോ ബ്രാഞ്ചുകളും അവനവന്റെ അക്കൗണ്ടിങ്, അതായത് അവനവന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും എല്ലാ കാര്യങ്ങളും സ്വയം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. സ്വയം തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റും ബുക്സ് ഓഫ് അക്കൗണ്ട്സും എല്ലാം റെഡിയാക്കി സ്വയം തന്നെ സൂക്ഷിക്കുന്നു. ഒരിക്കലും ഹെഡ് ഓഫീസിനെ ആശ്രയിക്കുന്നില്ല. ഒരിക്കലും ഹെഡ് ഓഫീസിനെ കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് വർക്കിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ബ്രാഞ്ചുകൾ ഒരിക്കലും ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്വയം അവർ ഓട്ടോണോമസ് ആയിട്ട് തന്നെ, അതായത് സ്വയം ഒന്നിനെയും ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്വയം അവർ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്ത് എങ്ങനെ വേണം, ഏത് രീതിയിൽ നിന്ന് വേണം, ബ്രാഞ്ച് തന്നെ സ്വയം കാര്യങ്ങളെല്ലാം ചെയ്ത് തീരുമാനിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളെ വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ്. നമുക്ക് നോക്കാം. ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. Branches keeping full system of accounting are those branches which functions like autonomous business units. Autonomous business unit എന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിംഗിൾ ബിസിനസ് യൂണിറ്റ് പോലെ തന്നെയാണ് ഈ ബ്രാഞ്ചുകളും പ്രവർത്തിക്കുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാം വരവും ചെലവും ആ ബ്രാഞ്ചുകൾ തന്നെയാണ് സ്വയം രേഖപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്നതും എല്ലാം ചെയ്യുന്നതും ആ ബ്രാഞ്ചുകൾ തന്നെയാണ്. Such branches purchase goods from outside, at times manufacture goods by themselves and sell at their own terms and condition. ഈ ബ്രാഞ്ചുകളൊക്കെ ചിലപ്പോൾ ഗുഡ്സ് പുറത്തുനിന്ന് മേടിച്ചെന്നിരിക്കാം, ചിലപ്പോൾ ഗുഡ്സ് സ്വയം അവനവന് ഇഷ്ടമനുസരിച്ച് സ്വയം പ്രൊഡ്യൂസ് ചെയ്തെന്നിരിക്കാം. അതുകൂടാതെ ആ ഗുഡ്സ് ഏത് വിലയ്ക്ക് വിൽക്കണം, എങ്ങനെയൊക്കെ വിൽക്കണം, എത്രത്തോളം സപ്ലൈ ചെയ്യണമെന്ന് എല്ലാം തീരുമാനിക്കുന്നത് ഈ സ്വയം ബ്രാഞ്ച് തന്നെയാണ്. They also supply goods to the head office, pay expense for the cash realized and deposit cash in their own account. അതായത് ചിലപ്പോഴൊക്കെ ഹെഡ് ഓഫീസിന് തന്നെ സാധനങ്ങളൊക്കെ ഗുഡ്സ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ട് സപ്ലൈ ചെയ്തെന്നിരിക്കാം. അതുകൂടാതെ എത്രത്തോളം എക്സ്പെൻസുകൾ ഉണ്ടാകുന്നുണ്ട്, എത്രത്തോളം കംപ്ലീറ്റ് എക്സ്പെൻസ്, എത്രത്തോളം ഫണ്ട് റിസർവ് ആയിട്ട് വെക്കണം, എല്ലാം ഈ ബ്രാഞ്ച് തന്നെ സ്വയമാണ് അവിടെ തീരുമാനിക്കുന്നത്. അപ്പം ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് നമ്മൾ രണ്ട് രീതിയിലാണ് അതിനെ കംപ്ലീറ്റ് ആയിട്ടും ഇതിന്റെ അക്കൗണ്ടിംഗ് വർക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലെ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ ബ്രാഞ്ച് ബുക്ക് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് ഓഫീസ് ബുക്ക്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തേത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. അതായത് പ്രിപ്പറേഷൻ ഓഫ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. അതായത് ഓരോ ബ്രാഞ്ചുകളും ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചുകൾ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് സൂക്ഷിക്കുകയും ചെയ്യും. അതേപോലെ ഹെഡ് ഓഫീസും ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് സൂക്ഷിക്കുകയും ചെയ്യും. അപ്പം അതെങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നുള്ള കാര്യങ്ങളാണ് ഇനി താഴെ പറയാൻ പോകുന്നത്. Though the branch is independent, the transaction between branches and the head office are to be recorded in the books of accounts. For this, an independent branch prepares a personal account called head office account, which reveals the amount due to or from the head office. At the same time, the head office also prepares a personal account called branch account, which will disclose the amount due to from the branch. Therefore, if head office account in branch account show debit balance, the branch account in head office will normally have credit balance with the same amount. സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ഓരോ ബ്രാഞ്ചുകളും കംപ്ലീറ്റ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസുകളും ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതേപോലെ ഹെഡ് ഓഫീസും ബ്രാഞ്ച് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ബ്രാഞ്ചിൽ നിന്ന് എത്രത്തോളം ക്യാഷ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് എത്രത്തോളം കിട്ടാനുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ട നടക്കുന്ന കാര്യങ്ങളാണ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ബ്രാഞ്ചുകളും ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഹെഡ് ഓഫീസിന് എത്ര കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് എത്ര കിട്ടാനുണ്ട്, ഹെഡ് ഓഫീസിലോട്ട് ഗുഡ്സ് വല്ലതും സപ്ലൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് വരാനുണ്ടോ. അപ്പോൾ അങ്ങനെ ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്താനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അത് ബ്രാഞ്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എൻട്രീസ് താഴെ പറഞ്ഞിട്ടുണ്ട്. ഈ ടെക്സ്റ്റിനകത്തുനിന്ന് കംപ്ലീറ്റ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഞാൻ തരുന്നത്. അപ്പൊ നമുക്ക് എൻട്രീസ് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ഓരോ ട്രാൻസാക്ഷൻ ബ്രാഞ്ച് ബുക്കിലും ഹെഡ് ഓഫീസ് ബുക്കിലും രേഖപ്പെടുത്തേണ്ട എൻട്രീസ്. ഒന്നാമത്തെ ഗുഡ്സ് സെൻഡ് ബൈ ദ ഹെഡ് ഓഫീസ് ടു ദ ബ്രാഞ്ച്. ബ്രാഞ്ച് ബുക്കിലാണെങ്കിൽ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഹെഡ് ഓഫീസ് ബുക്കിന്റെ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്.
അതേപോലെ തന്നെ രണ്ടാമത്തെ ഫോർ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ടു ദ ഹെഡ് ഓഫീസ്, അതിന്റെ എൻട്രി ബ്രാഞ്ച് ബുക്കിലും ഹെഡ് ഓഫീസ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ടു ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അതേപോലെ ഹെഡ് ഓഫീസ് ബുക്സിനകത്ത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. മൂന്നാമത്തെ വെൻ ക്യാഷ് ഓർ ചെക്ക് സെൻഡ് ടു ഹെഡ് ബ്രാഞ്ച് ബൈ ഹെഡ് ഓഫീസ്, എൻട്രി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ബ്രാഞ്ച് ബുക്കിൽ ഹെഡ് ഓഫീസ് ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. നാലാമത്തെ വെൻ ക്യാഷ് സെൻഡ് ബൈ ബ്രാഞ്ച് ടു ദ ഹെഡ് ഓഫീസ്, എൻട്രി ഹെഡ് ഓഫീസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഹെഡ് ഓഫീസ് ബുക്കിനകത്ത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അടുത്തത് അഞ്ചാമത്തെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ്, എൻട്രി ബ്രാഞ്ച് ബുക്കിനകത്ത് യാതൊരു എൻട്രിയും വരത്തില്ല, കാരണം ഹെഡ് ഓഫീസ് ഓൺ ദ അസറ്റ് ആൻഡ് മേക്സ് പേയ്മെന്റ്. ദെയർഫോർ ബ്രാഞ്ച് നീഡ് നോട്ട് പാസ് എൻ എൻട്രി. കാരണം കംപ്ലീറ്റ് ആയിട്ടും ഫിക്സഡ് അസറ്റുകളെല്ലാം പർച്ചേസ് ചെയ്ത് കൊടുക്കുന്ന ഹെഡ് ഓഫീസ് ആയതുകൊണ്ട് തന്നെ ഹെഡ് ഓഫീസ് അവിടെ എൻട്രി അവിടെ കാണിക്കേണ്ടതായിട്ട് വരുന്നതേ ഇല്ല ബ്രാഞ്ച് ബുക്കിനകത്ത്. പക്ഷെ ഹെഡ് ഓഫീസിന്റെ ബുക്കിനകത്ത് ബ്രാഞ്ച് അസറ്റ്സ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അടുത്ത ലാസ്റ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ബൈ ബ്രാഞ്ച്, എൻട്രി ഹെഡ് ഓഫീസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അതേപോലെ തന്നെ ഹെഡ് ഓഫീസ് ബുക്സിനകത്ത് ബ്രാഞ്ച് അസറ്റ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പം ഈ എൻട്രീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കണം. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നാൽ പിടികിട്ടണമെന്നില്ല, ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ലാസ്റ്റ് എൻട്രി ഡിപ്രീസിയേഷൻ ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പം എൻട്രി ബ്രാഞ്ച് ബുക്കിനകത്ത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഹെഡ് ഓഫീസ്, അതേപോലെ ഹെഡ് ഓഫീസ് ബുക്കിനകത്ത് ബ്രാഞ്ച് അക്കൗണ്ട് ലെറ്റർ ടു ബ്രാഞ്ച് അസറ്റ്സ് അക്കൗണ്ട്. അപ്പം അടുത്തതായിട്ട് ഒരു ഐറ്റം എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ഐറ്റംസ് എന്ന് പറയും. ട്രാൻസിറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹെഡ് ഓഫീസുകൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അതേപോലെ ബ്രാഞ്ച് ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഈ രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ എപ്പോഴും സെയിം ആയിരിക്കണം. അതായത് പറയുവാണെങ്കിൽ ഹെഡ് ഓഫീസിന്റെ ഡെബിറ്റ് ബാലൻസ് സെയിം ആയിരിക്കണം, പക്ഷെ അത് ഓപ്പോസിറ്റ് നേച്ചർ ആയിരിക്കണം. അതാണ് പറഞ്ഞു വരുന്നത്. ഹെഡ് ഓഫീസിന്റെ ഡെബിറ്റ് ബാലൻസും ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസും സെയിം എമൗണ്ട് വേണം വരാൻ. അതായത് അക്കൗണ്ട് നമ്മൾ മൊത്തം എഴുതി കഴിയുമ്പോൾ ബാലൻസിങ് ഫിഗർ ഹെഡ് ഓഫീസിന്റെ ഡെബിറ്റ് ബാലൻസും ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസും സെയിം എമൗണ്ട് വേണം അവിടെ കാണിക്കാൻ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ എമൗണ്ട് സെയിം ആകാറില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ട്രാൻസിറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. ട്രാൻസിറ്റ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് ബ്രാഞ്ചുകളൊക്കെ അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് സാധനങ്ങൾ കൈമാറുന്നു. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പം ചിലപ്പം ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് എത്തിച്ചേരുന്നത് അക്കൗണ്ടിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അക്കൗണ്ട് പീരീഡ് കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ആ അക്കൗണ്ടിനകത്തോട്ട് പീരീഡ് കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ ആ എമൗണ്ട് എത്ര രൂപയുടെ ഗുഡ്സ് ആണോ ബ്രാഞ്ചിൽ എത്തിയത് ആ എമൗണ്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെഡ് ഓഫീസ് 10,000 റുപ്പീസിന് ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് അയച്ചു. പക്ഷെ ആ 10,000 റുപ്പീസിന് ഗുഡ്സ് എത്തുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഏപ്രിൽ 5 31 മാർച്ചിൽ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഏപ്രിൽ 5 10,000 റുപ്പീസിന് ഗുഡ്സ് എത്തിയത്. പക്ഷേ ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്തോട്ട് ഈ 10,000 റുപ്പീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് ഇത് 10,000 റുപ്പീസ് രേഖപ്പെടുത്താൻ പറ്റിയില്ല, കാരണം അക്കൗണ്ടിങ് ഇയർ കഴിഞ്ഞ ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നതുകൊണ്ട് ആ ഡിഫറൻസിനെ നമ്മൾ റെക്കൺസിൽ ചെയ്യണം. അതായത് കംപ്ലീറ്റ് അതിനെ ആ മിസ്റ്റേക്കിനെ കണ്ടെത്തി അല്ലെങ്കിൽ ആ കുറവിനെ നികത്താനായിട്ട് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഈ ഗുഡ്സിന്റെ കേസ് പോലെ തന്നെയാണ് ക്യാഷിന്റെ കേസിനും ഉണ്ടാകുന്നത്. ഇപ്പൊ ചിലപ്പോൾ ബ്രാഞ്ച് ഹെഡ് ഓഫീസിലോട്ട് ക്യാഷ് അയക്കുന്നു, 10,000 റുപ്പീസിന് ക്യാഷ് അയക്കുന്നു. അപ്പൊ 10,000 റുപ്പീസ് ക്യാഷ് അയച്ചെങ്കിൽ ആ അക്കൗണ്ടിങ് ഇയർ കഴിഞ്ഞതിന് ശേഷമാണ്, അക്കൗണ്ടിങ് ഇയറിന്റെ കാലാവധിക്ക് ശേഷമാണ് 10,000 റുപ്പീസ് എത്തുന്നതെങ്കിൽ ഒരിക്കലും ഹെഡ് ഓഫീസിന് സ്വന്തം അക്കൗണ്ട്സിൽ ആ 10,000 റുപ്പീസ് കാണിക്കാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പം ആ ഒരു കുറവ് കംപ്ലീറ്റും എൻട്രീസിലൂടെ കുറച്ച് 1-2 എൻട്രീസ് ഉണ്ട്. ആ എൻട്രീസ് പാസ് ചെയ്തിട്ട് വേണം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കാണിക്കാൻ. അപ്പൊ നമുക്കിനി ട്രാൻസിറ്റ് ഐറ്റത്തിലോട് വരാം. The amount of balance of head office account is prepared by the branch and the branch account prepared by head office should normally be the same, but one will be in debit and the other will be in credit. ഇതാണ് പറഞ്ഞത്. അതായത് കംപ്ലീറ്റും രണ്ട് അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ സെയിം ആയിരിക്കും, പക്ഷെ ഒന്നിന്റെ ഡെബിറ്റ് ബാലൻസും മറ്റേന്റെ ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റും ഈക്വൽ വരത്തില്ല. അതായത് ഇപ്പം ഹെഡ് ഓഫീസിന്റെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആയിരിക്കണം. അല്ലാതെ ഒരേ ടേം വെച്ച് നമ്മൾ നോക്കാൻ പാടില്ല. But these accounts usually show some difference in their balance due to transit items. അതായത് ഇതുകൊണ്ട് തന്നെ ചില സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായേക്കാം.
A transit item is one which has been sent by one party but not received by other party before the closing of the books of accounts. അതാണ് മെയിൻ ആയിട്ട്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്തിന് മുമ്പായിട്ട് ചിലപ്പം ഗുഡ്സോ ക്യാഷോ ഈ രണ്ട് പാർട്ടീസിന്റെ കയ്യിൽ എത്തിച്ചേരുന്നില്ല. സമയത്തിനുള്ളിൽ എത്തിച്ചേരാത്തത് കൊണ്ട് തന്നെ അന്നേരം വരുമ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ്, അവിടെ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡിഫറൻസ് പിന്നീട് പരിഹരിക്കപ്പെടുകയും വേണം. അപ്പം ഒന്നാമത്തെ ഡിഫറൻസ്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. It refers to the cash or check sent by the head office to the branch, but not received by the branch before the end of the accounting period, or that sent by branch to the head office but not received by the head office before the date of closing of the books of accounts. അതായത് ഹെഡ് ഓഫീസ് ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചിലോട്ട് എന്തെങ്കിലും ചെക്കോ ക്യാഷോ സെൻഡ് ചെയ്യുന്നു, പക്ഷെ അത് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബ്രാഞ്ചിന് കൈപ്പറ്റാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ബ്രാഞ്ച് എന്തെങ്കിലും കാരണവശാൽ ഹെഡ് ഓഫീസിലോട്ട് കുറച്ച് ക്യാഷ് കൈമാറുന്നു, പക്ഷെ ഹെഡ് ഓഫീസിന് അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ക്യാഷ് കിട്ടുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ക്യാഷ് ഇൻ ട്രാൻസ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം അന്നേരമാണ് നമുക്ക് ഈ പറഞ്ഞ ക്യാഷിന്റെ ഡിഫറൻസ് അവിടെ ഈ രണ്ട് എമൗണ്ടിലും ഡിഫറൻസ് ആയിട്ട് അവിടെ കാണിക്കുന്നത്. ബാലൻസ് നോക്കാം. The balance shown by the branch account in the head office book and the head office account in the branch book will differ as a result of this item. അതുകൊണ്ട് തന്നെ ഈ ക്യാഷിന്റെ ഇടപാട് ഒരു പാർട്ടിക്ക് എത്തിച്ചേരാം. ഒന്നെങ്കിൽ ഹെഡ് ഓഫീസിന് കിട്ടുന്നില്ല കറക്റ്റ് സമയത്തിന്, അല്ലെങ്കിൽ ബ്രാഞ്ചിന് അക്കൗണ്ടിങ് ഇയർ തീരുന്നതിന് മുമ്പായിട്ട് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ടുപേരുടെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിഫറൻസ് ഉണ്ടാകും, ഡിഫറൻസ് കാണിക്കുക തന്നെ വരും. On the date of closing of the accounts, the cash in transit has to be brought into books. അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എത്ര രൂപയുടെ ട്രാൻസ്ഫർ ആണോ ക്യാഷ് നടത്തിയിട്ടുള്ളത്, ക്യാഷ് എത്ര രൂപയുടെ ക്യാഷ് ട്രാൻസ്ഫർ ആണോ നടത്തിയിട്ടുള്ളത്, അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാണിക്കണം. അത് കാണിക്കേണ്ട എൻട്രീസ് ആണ് ഇനി താഴെ പറയാൻ പോകുന്നത്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഹാവ് ടു ബി പാസ്ഡ് ബൈ ദ പാർട്ടി ഹു ഒറിജിനലി സെൻഡ് ദ ഐറ്റംസ്. ആരാണോ സെൻഡ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലോട്ടാണ് ക്യാഷ് അയക്കുന്നതെങ്കിൽ അങ്ങനെ ഇഫ് ദ ഐറ്റം സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ഇറ്റ് ഈസ് ദ എൻട്രി ഈസ് ഇൻ ദ ബുക്സ്. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലോട്ട് ക്യാഷ് അയക്കുകയാണെങ്കിൽ പക്ഷേ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ട് ക്യാഷ് എത്തിച്ചേരുന്നില്ല ബ്രാഞ്ചിന്റെ കൈവശം, അങ്ങനെ വരുമ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രി അവിടെ പാസ് ചെയ്യണം. ആ എൻട്രിയാണ് പറയുന്നത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അതുപോലെ തന്നെ അടുത്തത്, ഇഫ് ക്യാഷ് സെൻഡ് ബൈ ബ്രാഞ്ച് ഈസ് ഇൻ ട്രാൻസിറ്റ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ദ എൻട്രി ഇൻ ബുക്സ് ബ്രാഞ്ച് ബുക്സ് ഈസ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്. അതായത് ബ്രാഞ്ച് ഹെഡ് ഓഫീസിലോട്ട് ക്യാഷ് കൈമാറുന്നു, പക്ഷെ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ട് ക്യാഷ് കിട്ടിയില്ല. അങ്ങനെ വരുമ്പോൾ ബ്രാഞ്ച് സ്വന്തം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രേഖപ്പെടുത്തേണ്ട എൻട്രിയാണ് അഡ്ജസ്റ്റിംഗ് എൻട്രിയാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അടുത്ത രണ്ടാമത്തെ, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അത് നമുക്ക് നോക്കാം. It represents goods sent by the head office to the branch or by the branch to the head office but not received by the other. അത് ഗുഡ്സ് ഇൻ ട്രാൻസ്മിറ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് അയക്കുകയോ അത് പക്ഷേ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ട് ബ്രാഞ്ചിന് കൈപ്പറ്റാതെ വരുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അവിടെ ഉണ്ടാകുന്നത്, കേസ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ബ്രാഞ്ച് എന്തെങ്കിലും കാരണവശാൽ ഹെഡ് ഓഫീസിലോട്ട് ഗുഡ്സ് അയക്കുകയാണെങ്കിൽ ഹെഡ് ഓഫീസിന് ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ട് കിട്ടാതെ വരുമ്പോൾ അന്നേരവും ഈ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് ഇൻ ട്രാൻസ്മിറ്റ് അവിടെ വരാം. Immediately on dispatching the goods, the party dispatching gives entry in his books, but the entry for the same in the books of the other party will be pending, as the item has not reached them before the closing date. അതായത് ഇപ്പം ഹെഡ് ഓഫീസ് ആണ് ബ്രാഞ്ചിലോട്ട് സാധനം അയക്കുന്നതെങ്കിൽ ഹെഡ് ഓഫീസ് 10,000 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹെഡ് ഓഫീസ് 10,000 റുപ്പീസിന്റെ ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് അയച്ചു. ഉടനെ തന്നെ ഹെഡ് ഓഫീസ് സ്വന്തം ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് 10,000 റുപ്പീസിന് ഗുഡ്സ് രേഖപ്പെടുത്തും. പക്ഷേ ബ്രാഞ്ച് ഇതുവരെ ഗുഡ്സ് കൈപ്പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രാഞ്ചിന്റെ കൈവശമുള്ള അക്കൗണ്ടിനകത്തോട്ട് ഈ പറഞ്ഞിരിക്കുന്ന 10,000ന്റെ കാര്യം രേഖപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണ് ഇവിടെ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. This leads to a difference in the balance of head office account and branch account. ഇതുകൊണ്ട് തന്നെ ഹെഡ് ഓഫീസ് അക്കൗണ്ടും ബ്രാഞ്ച് അക്കൗണ്ടും തമ്മിലുള്ള എമൗണ്ടിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും. അപ്പം അവിടെ അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നുണ്ട്. Adjusting entry to reconcile the difference is made usually in the books of the party which originally sent it. ആരാണ് ഗുഡ്സ് അയക്കുന്നത്, ആരാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്ന എൻട്രിയാണ്. ദ അഡ്ജസ്റ്റിംഗ് എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസിന്റെ കാര്യത്തിൽ ഗുഡ്സ് ആൻഡ് ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അതായത് ഹെഡ് ഓഫീസ് ആണ് ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ അയക്കുന്നത്, പക്ഷെ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ട് ഗുഡ്സ് എത്തിച്ചേർന്നിട്ടില്ല. അങ്ങനെ വരുമ്പം ഹെഡ് ഓഫീസ് സ്വന്തം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രേഖപ്പെടുത്തേണ്ട എൻട്രിയാണ്
ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച്. അതേപോലെ തന്നെ അടുത്തത്, ബ്രാഞ്ച് ആണ് ഹെഡ് ഓഫീസിലോട്ട് ഗുഡ്സ് കൈമാറുന്നതെങ്കിൽ പക്ഷെ ഹെഡ് ഓഫീസിന് ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ട് ഗുഡ്സ് എത്തുന്നില്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ബ്രാഞ്ച് സ്വന്തം ഹെഡ് ഓഫീസ് അക്കൗണ്ടിനകത്ത് രേഖപ്പെടുത്തേണ്ട എൻട്രി ആണ് ഇനി താഴെ പറയുന്നത്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിനകത്ത് പഠിക്കുന്നത്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ക്യാഷ് ഇൻ ട്രാൻസ്മിറ്റ്. അതായത് ഇത്രയേ ഉള്ളൂ. ഓവറോൾ പറയുമ്പോൾ ബ്രീഫ് ആയിട്ട് പറയുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിനകത്തെ ആദ്യത്തെ മെത്തേഡിനകത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഹെഡ് ഓഫീസ് അക്കൗണ്ടും ബ്രാഞ്ച് അക്കൗണ്ടും രണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് രണ്ടുപേരും, അതായത് ബ്രാഞ്ചും ഹെഡ് ഓഫീസ് തന്നെ പരസ്പരം പ്രിപ്പയർ ചെയ്യുന്നു. ഈ രണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് അതായത് ഓപ്പോസിറ്റ് നേച്ചർ ആയിരിക്കണം. അതായത് ഇപ്പം ഹെഡ് ഓഫീസിന്റെ ഡെബിറ്റ് ബാലൻസും ബ്രാഞ്ചിന്റെ ക്രെഡിറ്റ് ബാലൻസും സെയിം എമൗണ്ട് തന്നെ ആയിരിക്കണം വരേണ്ടത്. പക്ഷെ ചില കേസുകളിൽ ഈ ഹെഡ് ഓഫീസിന് ഈ രണ്ട് എമൗണ്ടും സെയിം ആയിരിക്കത്തില്ല. കാരണം അവിടെ ക്യാഷ് ഇൻ ട്രാൻസ്മിറ്റോ ഗുഡ്സ് ഇൻ ട്രാൻസ്മിറ്റോ ഉണ്ടാക്കണം. അതായത് ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ട്, ഇപ്പൊ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന മാർച്ച് 31-നാണ്. മാർച്ച് 31-ന് മുമ്പായിട്ട് തന്നെ അല്ലെങ്കിൽ മാർച്ച് 31 വരെയാകും ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാരണവശാൽ ഇപ്പം ഹെഡ് ഓഫീസ് ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് അയക്കുന്നു. ബ്രാഞ്ചിന് പക്ഷെ കൈവശം കിട്ടിയത് ആ ബ്രാഞ്ചിന് ഇപ്പൊ ആ ഗുഡ്സ് കിട്ടുന്നത് ഈ മാർച്ച് 31-ന് ശേഷമാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് നമ്മൾ രേഖപ്പെടുത്തണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റിംഗ് എൻട്രി പാസ് ചെയ്യണം. അതേപോലാണ് ക്യാഷിന്റെ കേസിൽ. ഇപ്പൊ ബ്രാഞ്ച് ഹെഡ് ഓഫീസിലോട്ട് കുറച്ച് ക്യാഷ് കൈമാറുന്നു. പക്ഷേ അക്കൗണ്ടിംഗ് ഇയർ 31 മാർച്ചിന് ശേഷമാണ് ഹെഡ് ഓഫീസിന് ആ തുക കൈ കിട്ടുന്നതെങ്കിൽ അന്നേരം വരുമ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ച് കുറച്ച് അഡ്ജസ്റ്റിംഗ് എൻട്രി അവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. കാരണം അത് നമ്മൾ ആ പ്രീവിയസ് ഇയറിലെ അക്കൗണ്ടിംഗ് ഇയറിനകത്ത് വേണം അത് കാണിക്കാൻ. അപ്പം അങ്ങനെ വരുമ്പം അതിനകത്ത് ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പാസ് ചെയ്തുകൊണ്ടാണ് വേണം ചെയ്യാൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ഓൺ 31 മാർച്ച് 2014 ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ ഡൽഹി ബ്രാഞ്ച് ബുക്ക്. കണ്ടോ, ഡൽഹിയിലുള്ള ബ്രാഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ₹30,000. 31 മാർച്ചിൽ ക്ലോസ് ചെയ്യുന്നു. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രാഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ 30,000 രൂപയുടെ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ട്. ഓൺ ദ സെയിം ഡേ, അതേ ദിവസം തന്നെ, ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് ഓഫീസ് ബുക്ക് ഷോസ് എ ഡെബിറ്റ് ബാലൻസ് ഓഫ് ₹38,000. അതേ ദിവസം തന്നെ ഡൽഹി ബ്രാഞ്ച്, അതായത് ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ട് അതിൽ ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്ന 38,000. ഡിഫറൻസ് കണ്ടോ, 30,000-ഉം 38,000-ഉം ഡിഫറൻസ് വരുന്നുണ്ട്. ഓൺ വെരിഫൈങ് ദ ബുക്സ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഗുഡ്സ് സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ദ ബ്രാഞ്ച് ബട്ട് നോട്ട് റിസീവ്ഡ് ബൈ ദ ബ്രാഞ്ച് ബിഫോർ ദ ക്ലോസിംഗ് ഡേറ്റ് എമൗണ്ടഡ് ടു ₹5,000. വെരിഫൈ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നെന്ന് കണ്ടെത്താൻ നോക്കുമ്പോൾ അവിടെ കണ്ടത് ഹെഡ് ഓഫീസ് കുറച്ച് ഗുഡ്സ് ബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്, ബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബ്രാഞ്ചിൽ ഇതുവരെ ആ സാധനം എത്തിച്ചേർന്നിട്ടില്ല. അതായത് 31 മാർച്ചിന് എത്തിച്ചേർന്നില്ല. അതായത് 31 മാർച്ചിന് ശേഷമായിരിക്കും എത്തിച്ചേർന്നത്. അത് ഗുഡ്സ് സെൻഡ് ചെയ്ത് വെറും ₹5,000 ഗുഡ്സാണ്. അപ്പം ഡിഫറൻസ് ഇവിടെ വരുന്നത് നമുക്ക് 30,000-ഉം 38,000 ഡിഫറൻസ്, ₹8,000 ഡിഫറൻസ് ഉണ്ട്. അതിൽ ₹5,000 എന്ന് പറയുന്നത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. അതായത് ₹5,000 ഗുഡ്സ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കൈമാറി. പക്ഷെ അത് ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രാഞ്ചിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ₹5,000 ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണെങ്കിൽ 8,000 ഡിഫറൻസ് ഉണ്ട്. 8,000-ൽ 5,000 ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണെങ്കിൽ ബാക്കി വരുന്ന 3,000 ഉറപ്പായിട്ടും ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണ്. അത്ര മാത്രമേ ഇവിടെ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഷോ ഹൗ ദ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് വിൽ അപ്പിയർ ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച്. അപ്പൊ എൻട്രീസ് നമ്മളിവിടെ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൊല്യൂഷനിലോട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം ടോട്ടൽ ഡിഫറൻസ് 8,000. അതായത് മൊത്തം ₹38,000 ഹെഡ് ഓഫീസിന്റെ ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് 38,000 കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് ബ്രാഞ്ചിന്റെ ഹെഡ് ഓഫീസ് അക്കൗണ്ടിനകത്ത് 30,000 ഡിഫറൻസ്. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ₹8,000 ഡിഫറൻസ് ഇവിടെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് നമുക്ക് ക്വസ്റ്റിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് 5,000 രൂപയുടെ സാധനമാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലോട്ട് കൈമാറിയത്. പക്ഷേ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രാഞ്ചിൽ എത്തിച്ചേരുന്നത്. അപ്പൊ 8,000 രൂപയിൽ 5,000 രൂപ ഗുഡ്സ് ആണെങ്കിൽ ബാക്കി വരുന്ന 3,000 എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണ്. അത്ര മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ എൻട്രീസ് പാസ് ചെയ്യുന്ന രീതി, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഇൻ ഹെഡ് ഓഫീസ് ബുക്ക്. ഹെഡ് ഓഫീസ് രേഖപ്പെടുത്തുന്ന എൻട്രി എങ്ങനെ? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ 5,000, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ 3,000, ടു ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട് 8,000. 8,000 ഡിഫറൻസ് ഉണ്ട്. അതിൽ 5,000 ഗുഡ്സ് ആണ്, 3,000 ക്യാഷ് ആണ്. അടുത്തതായിട്ട് അഡ്ജസ്റ്റിംഗ് എൻട്രി ഇൻ ഡൽഹി ബ്രാഞ്ച്. ഡൽഹി ബ്രാഞ്ചിൽ ഉണ്ടാകുന്നത്
ഡൽഹി ബ്രാഞ്ചിൽ രേഖപ്പെടുത്തുന്ന, അതായത് ആ ബ്രാഞ്ച് രേഖപ്പെടുത്തുന്ന എൻട്രി. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ 5,000, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ 3,000, ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് 8,000. സെയിം എൻട്രി തന്നെ, പക്ഷെ നമ്മൾ ആ ക്രെഡിറ്റ് ബാലൻസ് എടുക്കാൻ ടു ഹെഡ് ഓഫീസ് മാത്രമേ ഉള്ളൂ. സെയിം ഇത് തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഹെഡ് ഓഫീസിന്റെയും ബ്രാഞ്ചിന്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് ഹെഡ് ഓഫീസ് അക്കൗണ്ടും ബ്രാഞ്ച് അക്കൗണ്ടും സെയിം എമൗണ്ട് വേണം കാണിക്കാൻ. അപ്പം സെയിം എമൗണ്ട് അല്ലെങ്കിൽ ഡിഫറൻസ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഡിഫറൻസ് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് മാറ്റി സെയിം എമൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻട്രി ഇവിടെ പാസ് ചെയ്യുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. Following are the extracts from trial balance of a head office and a branch. Pass necessary journal entries for reconciling balance of head office and branch. അതായത് ഒരു ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത് ഹെഡ് ഓഫീസിന്റെയും ബ്രാഞ്ചിന്റെ. താഴെ നോക്കിയാൽ അറിയാം. പക്ഷെ അതിൽ ഡിഫറൻസ് ഉണ്ട്. ഉറപ്പായിട്ടും ഡിഫറൻസ് രണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും കാണിക്കുന്നുണ്ട്. അപ്പം ആ ഡിഫറൻസ് കംപ്ലീറ്റ് ആയിട്ട് നികത്തി അതിന് വേണ്ട അഡ്ജസ്റ്റിംഗ് എൻട്രീസും കൂടി പാസ് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റിന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ട്രയൽ ബാലൻസ് നമുക്ക് നോക്കാം. കറണ്ട് അക്കൗണ്ട്, ഹെഡ് ഓഫീസിന്റെ ഡെബിറ്റ് ബാലൻസ്, ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഹെഡ് ഓഫീസിന്റെ ഡെബിറ്റ് ബാലൻസും ബ്രാഞ്ചിന്റെ ക്രെഡിറ്റ് ബാലൻസ് നോക്കിക്കേ. ഹെഡ് ഓഫീസിന്റെ ഡെബിറ്റ് ബാലൻസ് 50,000 രൂപയും ബ്രാഞ്ചിന്റെ ക്രെഡിറ്റ് ബാലൻസ് 35,000 രൂപയും. അതായത് ഇത് ഈക്വൽ അല്ല. അപ്പൊ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. 15,000 രൂപയുടെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗുഡ്സ് സെന്റ് ഓർ റിസീവ്ഡ് ബൈ ബ്രാഞ്ച്, ഹെഡ് ഓഫീസിന്റെ ക്രെഡിറ്റ് ബാലൻസ് 15,000, 15,000. ഹെഡ് ഓഫീസിന്റെ ക്രെഡിറ്റ് ബാലൻസും ബ്രാഞ്ചിന്റെ ഡെബിറ്റ് ബാലൻസും 10,000. ഇവിടെയും ഡിഫറൻസ് 5,000 രൂപയുടെ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇത് രണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എൻട്രീസ് പാസ് ചെയ്യണം. നമുക്ക് നോക്കാം. ടോട്ടൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 15,000. അതായത് ഇതിന്റെ ഹെഡ് ഓഫീസിന്റെ ഡെബിറ്റ് ബാലൻസും ബ്രാഞ്ചിന്റെ ക്രെഡിറ്റ് ബാലൻസ് 50,000 മൈനസ് 35,000, 15,000 ഡിഫറൻസ് വരുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ഡിഫറൻസ് ഓഫ് റുപ്പീസ് 50,000, 15,000. അടുത്തത് ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് 15,000 ക്രെഡിറ്റ് ബാലൻസ് ഹെഡ് ഓഫീസ്, ബ്രാഞ്ചിന്റെ 10,000 ഡെബിറ്റ് ബാലൻസ്. അപ്പൊ ഡിഫറൻസ് 5,000 രൂപയുടെ ഡിഫറൻസ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതായത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, നമുക്ക് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് 5,000 എന്ന് പറയുന്നത്. അപ്പം ഡിഫറൻസ് നമുക്ക് ആദ്യത്തെ ഡിഫറൻസ് നോക്കണമെങ്കിൽ കറണ്ട് അക്കൗണ്ടിന്റെ ഡിഫറൻസ് 15,000 ഉണ്ട്. അതിൽ നിന്ന് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എത്ര? 5,000 ഉണ്ട്. അപ്പം 15,000 കറണ്ട് അക്കൗണ്ടിൽ നിന്ന് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് കുറച്ചു കഴിഞ്ഞാൽ 5,000 കുറച്ചു കഴിഞ്ഞാൽ മിച്ചം വരുന്നതാണ് 10,000. അതാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നോക്കാം. പഴയതുപോലെ തന്നെ എൻട്രീസ് ഇൻ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ 5,000, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ 10,000, ടു ബ്രാഞ്ച് അക്കൗണ്ട് 15,000. മൊത്തം 15,000 ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. അപ്പം അതിൽ പറഞ്ഞു ഗുഡ്സ് 5,000 ഉണ്ടായിരുന്നു, ക്യാഷ് 10,000. അത്രേ ഉള്ളൂ. ഇനി ബ്രാഞ്ചിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രേഖപ്പെടുത്തുന്ന എൻട്രി സെയിം ഇതുപോലെ തന്നെ. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ 5,000, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെറ്റർ 10,000, ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് 15,000. ഇത്രേ ഉള്ളൂ. രണ്ടിനും സെയിം എൻട്രീസ് വെച്ചാണ് പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ക്രെഡിറ്റ് ബാലൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു മാറ്റുന്നു മാത്രമേ ഉള്ളൂ. അപ്പം സെയിം എമൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളോട് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് റെക്കൻസിൽ ചെയ്ത് എഴുതാൻ. അത് റെക്കൻസിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഡിഫറൻസ് കംപ്ലീറ്റും ഒഴിവാക്കി കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ നോക്കുവാണെങ്കിൽ ബാലൻസ് ആസ് പെർ ഹെഡ് ഓഫീസ് അക്കൗണ്ട് 50,000 രൂപയുടെ ബാലൻസ് ഹെഡ് ഓഫീസിന്റെ കൈവശമുണ്ട്. 50,000 രൂപയുടെ ബാലൻസ് അവരുടെ കൈവശം കാണിക്കുന്നുണ്ട്. അതിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് 5,000 നമ്മൾ കണ്ടുപിടിച്ചു, ക്യാഷ് ഇൻ ട്രാൻസ്മിറ്റ് 10,000. അപ്പം 15,000 ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ബാലൻസ് ആസ് പെർ ബ്രാഞ്ച് അക്കൗണ്ട് 35,000. അപ്പം ഇതാണ് കാണിക്കുന്നത്. 5,000 രൂപയുടെ ഗുഡ്സ് വൈകിയാണ് എത്തിയത്. അതുപോലെ ക്യാഷും 10,000 രൂപയുടെ വൈകിയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം 35,000 ആയിട്ട് ഇവിടെ കാണിക്കുന്നുള്ളൂ, 35,000. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിന്റെ ഫസ്റ്റ് മെത്തേഡ്. അപ്പൊ ഈ ഫസ്റ്റ് മെത്തേഡിനകത്ത് ഈ രണ്ട് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഈ രണ്ട് പ്രോബ്ലത്തിൽ എന്തെങ്കിലും എവിടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം. അപ്പം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ എൻട്രീസ് വെച്ച് മാത്രം നോക്കിയാൽ മതി. ആ എൻട്രീസ് വെച്ച് മാത്രം നോക്കി കംപ്ലീറ്റ് ഒന്ന് ഈ രണ്ട് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിനു ശേഷം എവിടെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് എപ്പോൾ വേണമെങ്കിലും വിളിച്ചു ചോദിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.